പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 45-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 29 വേഴ്സ് 45 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായി ഇരിക്കുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്ന ദൈവത്തിൻ്റെ ഒരു തീരുമാനവും പ്രോമിസുമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനം അടിമ വീടായ മിസ്രൈമിൽ നിന്നും പുറപ്പെടുന്നു. ദൈവം അതിനായി തൻ്റെ ഭക്തന്മാരെ നിയോഗിക്കുന്നു. എന്നാൽ വഴിയാത്രയിൽ തങ്ങളെ വിളിച്ച ദൈവഹിതപ്രകാരം ആയിരുന്നില്ല ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവൃത്തിയും ജീവിതവും. അവർ കാര്യസാധ്യത്തിന് വേണ്ടി മോശയെയും ദൈവത്തെയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും ആരാധിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. അങ്ങനെ അന്യ ദൈവങ്ങളുടെ ഒക്കെ പിന്നാലെ പോയി അവർ സ്വന്തം ഇഷ്ടം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ 430 വർഷത്തിൽ അവർ മിസ്രൈമിൽ കണ്ടതും ശീലിച്ചതും പരിചയിച്ചതും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, അവർ എന്നെ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, ജാതികളുടെ വഴിയിൽ നടക്കരുത്, ദൈവഹിതത്തിന് വിപരീതമായി ജീവിക്കരുത്. അങ്ങനെ അവർക്ക് വേണ്ട ഒരു മനുഷ്യായുസ്സിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിയമാവലികൾ സകലതും അത് മനുഷ്യനോടും പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങളോടും ഭാര്യയോടും ഭർത്താവിനോടും മൃഗത്തോടും ജീവജാലങ്ങളോടും അങ്ങനെ സകലതിനോടുമുള്ളത് ദൈവം കാലാകാലങ്ങളായി നൽകി. അവസാനം മോശയോട് ദൈവം നീളവും വീതിയും അളവും കൊടുത്ത് സമാഗമന കൂടാരം വരെ ക്രമീകരിക്കുവാനിടയായി. എന്നിട്ട് അവിടെ നടക്കേണ്ടുന്ന യാഗങ്ങൾ, ആ യാഗങ്ങൾ എങ്ങനെയായിരിക്കണം, ദൈവം എങ്ങനെയായിരിക്കും ഈ യാഗത്തിൽ പ്രസാദിക്കുന്നത്, ഇവയെല്ലാം കൃത്യമായി പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അതെ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് കൂടെ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതും ചെയ്തു തുടങ്ങിയതും. നിർഭാഗ്യവശാൽ മനുഷ്യന് അതിഷ്ടമല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കും ഇഷ്ടം എന്താണ്? പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, പിന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസൻസേ വേണ്ട. ഞായറാഴ്ച ദിവസം ഇഷ്ടമാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവ സാന്നിധ്യം വേണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ദൈവ സാന്നിധ്യം വേണം, രാത്രി ഉറങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം വേണം. അതെന്തിനാ? നല്ലൊരു സെക്യൂരിറ്റി ഗാർഡ്, നമ്മുടെ ഒരു നല്ല പ്രൊട്ടക്ടർ. ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ആവശ്യമാണ്, അല്ലാത്തപ്പോഴൊന്നും ആവശ്യമില്ല. ബിസിനസ്സിൽ വഴിവിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് വേണ്ട. രാവിലെ വന്ന് ഷോപ്പ് തുറക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ
വാഹനമെടുക്കുമ്പോൾ, ബിസിനസ് സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ എന്ന് വേണ്ട തുടക്ക സമയത്ത് ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും ഒക്കെയാണ്. രാത്രി അടയ്ക്കാൻ നേരവും അല്ലെ ഓഫീസ് വിടുമ്പോഴും കാത്തോണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോരും. ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇതിനപ്പുറത്ത് ഒരു 24/7 ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ചില ഏരിയയിൽ കണ്ണടയ്ക്കണം, ചില ഏരിയയിൽ ദൈവം വരണ്ട. ഇതൊക്കെയല്ലേ നമ്മുടെ അവസ്ഥ? എന്നാൽ ഇസ്രായേൽ ജനത്തിനോട് ദൈവം പറയുകയാണ്, മോശേ, നീ അവരോട് പറയണം, നിങ്ങളുടെ മധ്യേ ഞാൻ വസിക്കും. അതിനുവേണ്ടിയാണ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും 6-ാം ദിവസം ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. വെയിലാറുമ്പോൾ ദൈവം വന്ന് മനുഷ്യരോടുകൂടെ സഹവസിച്ചു. അവിടെ മുതൽ പിശാച് അതനുവദിച്ചില്ല. മനുഷ്യൻ അതിന് വശംവദനായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ യാത്ര തുടരുകയാണ്. ദൈവിക സാന്നിധ്യം നമ്മിൽ വരുന്ന ആ സമയത്ത് പിശാച് മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് അത് കുത്തിക്കെടുത്തി കളയും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കാട്ടി, രാവിലെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ലയോ എമർജൻസി കാര്യമുണ്ടാകുന്നത്. വേദപുസ്തകം അങ്ങോട്ട് വായിക്കാൻ എടുക്കുമ്പോൾ കൊച്ചു കരയും. അന്ന് വരെ നിർബന്ധമില്ലാത്തത് അന്നേരം വേണം. അപ്പോൾ കൊച്ചിനെ കുറെ ശപികേടും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആരുടെയെങ്കിലും ഒരു ഫോൺ വരുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും വരാത്തൊരു അന്നേരം വരും. പ്രാർത്ഥന അവിടം കൊണ്ട് നിന്നു. ആരാധനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മഴ വന്നു, അല്ലെ മറ്റൊരു കാര്യം വന്നു, നമ്മളെല്ലാം ഒഴിവാക്കും, ആരാധനയങ്ങ് മുടക്കും. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാ. ചുരുക്കത്തിൽ നമ്മൾ ഒഴിവാക്കുന്നത് എന്താണ്? ആത്മീയ കാര്യം, ദൈവകാര്യം. അതിന്നും തുടരുകയാണ്. അതെ, വെളിപ്പാട് പുസ്തകം നാം പഠിക്കുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മകനോടും മകളോടും കൂടെ വസിക്കാനാ. നമ്മളൊന്ന് ചിന്തിച്ചാട്ട്, നമ്മുടെ മാതാപിതാക്കൾ എത്ര പ്രായമുണ്ടെങ്കിലും എത്ര ക്ഷീണത്തിലാണെങ്കിലും അവരാഗ്രഹിക്കുന്ന എന്താ? മക്കൾ കൂടെ വേണം. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നു, വിദേശ രാജ്യത്ത് പോകണം, നല്ല ഉന്നത ജോലി വേണം, അല്ലെ വിവാഹം കഴിച്ചൊക്കെ അവർ ജീവിക്കണം, ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ കൂടെ നിൽക്കണം. ഇതല്ലേ നമ്മുടെ ആഗ്രഹം? ഒന്ന് ഓർത്തു നോക്കിയേ. ദൈവത്തിൻ്റെ ആഗ്രഹവും തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുവാനാണ്. തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിച്ചാലുള്ള പ്രത്യേകത എന്താണ്? അതെ, ആവശ്യം അറിഞ്ഞ്, അവസ്ഥ അറിഞ്ഞ്, അത് ദൈവം ദൂരത്താണെങ്കിലും നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാ. എങ്കിൽ പോലും ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ, പ്രസൻസ് തൻ്റെ ജനത്തിന് എപ്പോഴും ഉണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം എന്നോടുകൂടെ, നമ്മോടുകൂടെ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ മകനോടുകൂടെ, മകളോടുകൂടെ, കുടുംബസ്ഥരായവരുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തിന് ദീർഘവർഷങ്ങൾക്ക് മുൻപേ യെശയ്യാ പ്രവാചകൻ ലഭിക്കപ്പെട്ട അരുളപ്പാട് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. ഈ ബുധനാഴ്ച ദിവസം രാവിലെ യാത്രകൾക്കൊരുങ്ങുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, എക്സാമിന് പോകുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, നിയമകാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ പോകുന്നവരുണ്ട്, പലവിധ ആവശ്യങ്ങൾക്കായി ഇറങ്ങുന്നവരുണ്ട്, ഹോസ്പിറ്റലിലോട്ട് പോകുവാനായി പ്രാർത്ഥിച്ച് പോകുന്നവരുണ്ട്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ സാഹചര്യം എന്തും
ഏതും എവിടെയും എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് ഈ തമ്പുരാൻ നിങ്ങളുടെ മധ്യേ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇടം കൊടുക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പരിപൂർണമായി സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉളവാകുകയും അതിൽ കൂടെ ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മനം നൊന്ത് ഭാരപ്പെട്ട് സങ്കടത്തോടെ ഈ അതിരാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, അത് ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ 5 വൻകരയിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, എനിക്കൊരു കാര്യം പറയാൻ പറ്റും. നമ്മളുടെ ആർക്കും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ പറ്റുകയില്ല. ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും മാറിപ്പോകും. എന്നാൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളോട് കൂടെയുണ്ട്. ആ പ്രശ്നങ്ങളെ മാറ്റി അതിന്മേൽ വിടുതൽ തരുവാൻ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട മറുപടി തരുവാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ നടത്തട്ടെ. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയിൽ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവമായി എപ്പോഴും വർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇവയെല്ലാം മറന്ന് ഞങ്ങളുടെ സ്വാർത്ഥതയിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ മാത്രം മുഴുകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അറിയാതെ പോകുന്നു എന്ന കുറവ് ഈ പ്രഭാതത്തിൽ ഏറ്റുപറഞ്ഞ് അടുത്തു വരുന്നു. അപ്പാ, ഇന്ന് ഞങ്ങൾ വിവിധ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ നിന്റെ മക്കൾ പലവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് ഒരു വിടുതലിനായി കാത്തിരിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുകയും അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവിക സാന്നിധ്യത്താൽ നിറച്ച് പരിപൂർണ വിടുതലും സൗഖ്യവും വിമോചനവും അനുഗ്രഹവും നൽകി ഇന്നത്തെ ദിനം ഒരു വലിയ വിടുതൽ ദിനമാക്കി തീർക്കണമെന്ന് യേശു മശിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അത് പരിപൂർണമായി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, യാത്രകൾ എല്ലാം തമ്പുരാൻ സഫലമാക്കി തരട്ടെ. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും ഒരു വലിയ അത്ഭുത വിഷയമായി സ്തോത്രത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.